ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ട് പലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇപ്പോൾ വണ്ണുള്ളവർക്ക് നമുക്കിത് തികയോ എന്നൊക്കെയുള്ളൊരു പേടി ഉണ്ടാവും. അങ്ങനത്തെവരൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ എത്ര വണ്ണമുള്ളവരാണെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്തിട്ട് എല്ലാ തുണികളും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഞാനതുപോലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ യോക്കിന് കിട്ടിയില്ലെങ്കിൽ വേറെ പീസ് വെച്ച് കൊടുത്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ചെടുക്കും. നമുക്ക് തയ്ക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിലും ചെയ്ത് എടുക്കാം. കാരണം നമ്മൾ തന്നെയല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 1 മീറ്റർ തുണി കൊണ്ട് ടോപ്പ് തുന്നാറുണ്ട്. അങ്ങനെ പലതും ഞാൻ ചെയ്തെടുക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു മിക്സ് ആൻഡ് മാച്ച് നൈറ്റി മെറ്റീരിയലാണ്. ഇതാണ് ടോപ്പായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ബോട്ടോ ഇട്ടു. ഇനി ഇത് നമുക്ക് മടക്കിയെടുക്കണം. നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടക്കുന്ന അതേപോലെ തന്നെയാണ് മടക്കിയെടുക്കുന്നത്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ അകവും പുറം ഇരിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ മടക്ക് ഭാഗങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നിവർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ മാർക്കിങ്ങൊക്കെ അടയാളപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ അയൺ ചെയ്തെടുക്കണം. എന്നിട്ട് വേണം മടക്കി കൊടുക്കാൻ. നമ്മൾ 4 ആക്കിയിട്ട് വേണം മടക്കി കൊടുക്കാൻ. ഈ ഒരു സൈഡിലേക്കാണ് ഓപ്പൺ ഭാഗം വരുന്നത്, ഈ ഒരു സൈഡിലേക്കാണ് ക്ലോസിങ് ഭാഗം വരുന്നത്. ഇപ്പോൾ എപ്പോഴും മടക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ അല്ലേ തുണി ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്നുണ്ടോ എന്നൊക്കെ ഉള്ളത് ഉറപ്പ് വരുത്തണം. കാരണം നമ്മളിങ്ങനെ മടക്കിയിടുമ്പോൾ ചില ഭാഗം ഒപ്പല്ലാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കറക്റ്റ് ചെയ്തിട്ടിട്ട് വേണം മാർക്കിങ് ചെയ്ത് കൊടുക്കാൻ. അതാണ് ഞാൻ മാർക്കിങ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്നാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ക്ലോസിങ് ഭാഗം താഴേക്കായിട്ടാണ് ഉള്ളത്. ഇതിൽ നിന്ന് ബാക്കി കിട്ടുന്ന തുണി വെച്ചിട്ട് നമുക്ക് നെക്ക് ഡിസൈൻ ചെയ്യാനൊക്കെ എടുക്കാം. തുണി ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ലെങ്ത്തും വിഡ്ത്തും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഒരു 40 ഇഞ്ചാണ് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. തയ്യൽ തുമ്പും എല്ലാം അടക്കം എനിക്ക് 40 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു 39 ഇഞ്ചൊക്കെ അല്ലെങ്കിൽ 38 ഇഞ്ച് ലെങ്ത്ത് എനിക്ക് കിട്ടും. ആ ഒരു ലെങ്ത്ത് എനിക്ക് വേണ്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ അതിൽ കൂടെ തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരുപാട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ടെൻഷനായിട്ട് തയ്ക്കാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുക. ഞാൻ ഒരുപാട് കണക്കും കാര്യങ്ങളൊന്നും നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആളല്ല കേട്ടോ. നമുക്ക് വെയർ ചെയ്യുമ്പോൾ അത് കംഫർട്ടബിൾ ആയിരിക്കണം. ആ ഒരു ഇത് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. 40 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 17 ഇഞ്ചാണ് വേണ്ടത്. ശരിക്ക് തുണിയുടെ വിഡ്ത്ത് തന്നെ നമുക്ക് 17 ഇഞ്ചാണ് കിട്ടുക. നൈറ്റി മെറ്റീരിയലിൽ അത്രയല്ല നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്താണ് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു 2 ഇഞ്ച് നമുക്ക് അരവണ്ണം മടക്കി അടിക്കാനുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് ഇടാനുള്ളൊരു ഗ്യാപ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടൊന്ന് വരച്ച് കൊടുക്കുക. മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഈ ഒരു ഭാഗം എല്ലാ സൈഡും ഒപ്പല്ലേ എന്നുള്ളത്. അതല്ലെങ്കിൽ ഈ ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേണം മാർക്കിങ് ചെയ്ത് കൊടുക്കാൻ. ഇനി നിങ്ങൾ അടിവീതി എത്രയാണോ എടുക്കുന്നത് അത് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ഭാഗത്ത് ഞാനൊരു 10 ഇഞ്ചാണ് എടുക്കുന്നത്. 1 ഇഞ്ച് തയ്യൽ തുമ്പും, അങ്ങനെ 11 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക. ലെങ്ത്ത് നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണോ അതിലൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടിവീതിയിൽ നിന്ന് ഇതുപോലെ സ്കെയിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെരിച്ച് വരയ്ക്കുമ്പോൾ സ്കെയിൽ എവിടം വരെയാണ് എത്തുന്നത് എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് വരച്ച് കൊടുക്കുക. കാരണം ഒരു 17 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 2 ഇഞ്ച് താഴെയായിട്ടാണ് എനിക്കിപ്പോൾ ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇഞ്ചിലാണോ കിട്ടുന്നത് അതുപോലെ ഒന്ന് വരച്ചെടുക്കുക. വണ്ണമില്ലാത്തവർക്കാണെങ്കിൽ ഇതിലിപ്പോൾ ജോയിൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 15 ഇഞ്ചൊക്കെ അരവണ്ണം മതി എന്നുള്ളവർക്ക് പീസ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു രീതിയിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിപ്പോൾ 17 ഇഞ്ചിലും കൂടുതൽ എനിക്ക് വേണം, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പീസ് വരുന്നത്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ മറ്റേ പീസ് കൂടിയിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ക്ലിയർ ആവും. ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും പോകുന്നൊരു പീസാണ് ബാക്കി കിട്ടിയിട്ടുള്ളത്.
നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗം ഇതുപോലെ ഇവിടെ വെച്ച് കൊടുക്കുക. ഒരു 1/2 ഇഞ്ചോളം ഇങ്ങോട്ട് കയറ്റി വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ഭാഗം മേലേക്കായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്, കാരണം അവിടെ നമുക്ക് അധികം തുണിയുടെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കറക്റ്റ് 17 ഇഞ്ച് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം ആ ഭാഗമൊക്കെ ഒന്ന് നമുക്ക് പീസ് യോജിപ്പിച്ചെടുക്കുകയൊക്കെ വേണ്ടേ. അപ്പോൾ ഒരു 18 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഈ ഇലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് 2 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടില്ലേ, അവിടെ നിന്നാണ് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ഒരു 17 ഇഞ്ച് 17 ഇഞ്ച് ഇവിടെയാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക. ഇവിടെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി 17 ഇഞ്ചിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് വരയ്ക്കുക. ഒരുപാട് ഷേപ്പൊന്നും കൊടുക്കണ്ട, ഇതേപോലെ ഒന്ന് വളച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനത് മാർക്ക് ചെയ്യാൻ മറന്നുപോയി, ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ രീതിയിലാണ് ഒരു കോണ് പോലെ ഉണ്ടാവും ഈ ഒരു ഭാഗത്ത്. അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് കിട്ടുക. കണ്ടില്ലേ, ഇതുപോലൊരു കോൺ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. കട്ടിങ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അഥവാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ ഈ സെൻറ്റർ പീസ് യോജിപ്പിച്ച് കൊടുക്കണം. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എപ്പോഴും തയ്ച്ചെടുക്കുമ്പോൾ ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. സെൻറ്റർ പീസൊക്കെ നല്ല വീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കുക. 2 പീസും ചെയ്തെടുത്തിട്ടുണ്ട്. 4 സൈഡിലും വെച്ച് കൊടുത്തു. ഇനി നമ്മൾ സെൻറ്റർ യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. 2 പീസിൻ്റെയും നല്ല പുറം തമ്മിൽ വെച്ചിട്ട് സെൻറ്റർ തയ്ച്ചു കൊടുക്കുക. ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ തയ്ച്ചെടുക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ 2 ഭാഗവും ഒരുപോലെ തന്നെ കിട്ടണം. 2 ഭാഗം ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കാലിൻ്റെ അടിഭാഗം മടക്കി തയ്ച്ചിട്ട് ക്ലോസ് ചെയ്ത് തയ്ക്കുക. അതിന് ശേഷം ഇലാസ്റ്റിക് ഇടുന്ന ഭാഗം കംപ്ലീറ്റ് ചെയ്യുക. ഇതൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വണ്ണമുള്ളവർക്കുള്ള പലാസോ പാൻ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിന് മുന്നേ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ അതിലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അടി മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിത് കാല് യോജിപ്പിക്കുമ്പോൾ ക്രോച്ച് ലെങ്ത്ത് രണ്ടും ഒരേ ലെവലിലല്ലേ നിൽക്കണേ നോക്കണം. കയറി ഇറങ്ങിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒരു പിടുത്തം വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ തയ്ക്കുന്നതിന് മുന്നേ അതൊന്ന് വെച്ച് നോക്കുക. കറക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഭാഗം ഒന്ന് വെച്ചിട്ട് ഏത് ഭാഗം കൂടുതൽ വരുന്നതെന്ന് വെച്ചാൽ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ക്രോച്ച് ലെങ്ത്തിലൊന്നും ചെയ്യരുത്, അപ്പോൾ അവിടെ ടൈറ്റായി പോകും. ഇത് കറക്റ്റ് ക്രോച്ച് ലെങ്ത്ത് സെൻറ്റർ ഭാഗം എത്തുമ്പോൾ ഒരു 2-3 പ്രാവശ്യം ഒന്ന് ലോക്ക് ചെയ്ത് തയ്ച്ചു കൊടുക്കുക. ഇനി ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ അരവണ്ണത്തിൻ്റെ 3 ഇഞ്ച് കുറവിൽ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. പിന്നെ എത്രയാണോ അതിൽ നിന്ന് 3 ഇഞ്ച് മൈനസ് ചെയ്തിട്ട് ഇലാസ്റ്റിക് എടുത്ത് കൊടുക്കുക. ഇലാസ്റ്റിക് വെച്ചിട്ട് തന്നെ ഒന്ന് നോക്കിയിട്ട് ഒരടി കൊടുക്കുക. അതിന് ശേഷം ഇലാസ്റ്റിക് എടുത്ത് മാറ്റിയതിന് ശേഷം കംപ്ലീറ്റ് തയ്ച്ചെടുക്കുക. ഞാൻ തയ്ച്ചതിന് ശേഷമാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വിടുത്തിലുള്ളൊരു ബോട്ടം തന്നെ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്ര ചെറിയ തുണിയാണെങ്കിലും ഇതുപോലൊക്കെ സെൻറ്റർ പീസൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.